ഹലോ. വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ്. ഞാൻ ഈ അടുത്തായിട്ട് പർച്ചേസ് ചെയ്തൊരു ബ്രാൻഡാണ് പിൽഗ്രിമിൻ്റെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ യൂസ് ചെയ്തിട്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പെയുള്ള വീഡിയോസിൽ, ഞാൻ പൊതുവേ എൻ്റെ ഫേസിനായാലും പ്രത്യേകിച്ച് ലിപ്സിനായാലും ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നോക്കി വാങ്ങിക്കാൻ നോക്കാറുണ്ട്. അല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ കണ്ട പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കൂട്ടുക അങ്ങനത്തെ ഒരു രീതി എനിക്കില്ല. ഞാൻ കുറേ ഒക്കെ സെലക്റ്റീവായിട്ട് മാത്രമാണ് വാങ്ങിക്കാറുള്ളത്. പ്രത്യേകിച്ച് അവരുടെ കമ്പനി, പിൽഗ്രിമിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, ക്രുവാലിറ്റി ഫ്രീ ആണ്, FDA അപ്രൂവ്ഡ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവരുടെ കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അത് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ സൈറ്റിൽ എപ്പോഴും ഓഫർ നടക്കാറുണ്ട് കേട്ടോ, മെയിൻലി ലിപ്സ്റ്റിക്കിനൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു ഫ്രണ്ടിനൊക്കെ കൂട്ടിയിട്ട് നമുക്ക് വാങ്ങിച്ച് നോക്കാം. ഞാൻ ആദ്യം അങ്ങനെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് പകുതി പൈസയിൽ കൊടുക്കണ്ടും. അപ്പം അന്നേരം എനിക്കിത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ പിന്നെ റീപർച്ചേസ് ചെയ്തത്. എനിക്ക് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഡാൻസിനൊക്കെ. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പം ഞാൻ കരുതി രണ്ടെണ്ണം കൂടി വാങ്ങിച്ചേക്കാം. അങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 ലിപ്സ്റ്റിക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഒരു മേക്കപ്പും ഇല്ലാണ്ട് തന്നെ ഡസ്കി സ്കിൻ ടോണുകാർക്കൊക്കെ നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആണ് കേട്ടോ ഇത്. ഞാൻ മെയിനായിട്ട് ഒരു മീഡിയം ടു ഡാർക്കിലേക്ക് പോകുന്നതാണ് എൻ്റെ സ്കിൻ ടോണ്. അപ്പം എൻ്റെ സ്കിൻ ടോണിന് ഈ 3 ഷെയ്ഡും നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഒരു റെഡ് ഷെയ്ഡാണ്, 0 നമ്പർ 1 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട്. നല്ലൊരു നല്ല ഡീപ്പില്ല, പക്ഷേ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു നല്ല റെഡ് ഷെയ്ഡാണ്. പിന്നെ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ വല്ലാണ്ട് ഉണ്ടാവും, കുറച്ച് പിന്നെ അത് അങ്ങോട്ടൊക്കെ സെറ്റിലായിക്കോളും. ഈ ഒരു ലുക്കാണ് കേട്ടോ ഫൈനലായിട്ട് കിട്ടുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊതുവേ റെഡ് യൂസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ നമുക്ക് നല്ല പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് പിന്നെ അത്യാവശ്യം മാറ്റിഫൈയിങ് ആണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ്. അത്യാവശ്യം ലിപ്പൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം. ലിപ് ബാം ഇല്ലാണ്ട് യൂസ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അതും ഓക്കെ ആയിരിക്കും. എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഞാൻ ലിപ് ബാം ഇട്ടിട്ട് യൂസ് ചെയ്യാൻ നോക്കിയത്. പിന്നെ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ബെറി ടീസ് ആണ്, 02 ആണ് നമ്പർ. ഇത് ആയിരുന്നു ഞാൻ ആദ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു അത്യാവശ്യം ബ്രൗൺ ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡും കൂടി വേണമെന്നുണ്ടായിരുന്നു. അപ്പം സെയിം ആണിത്, കുറച്ചൊരു പിങ്കിഷും ആണ്, കൂടെ തന്നെ ഒരു ബ്രൗൺ കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു ബെറി ടീസ്. നമ്മളെ എവറി ഡേ ലുക്കിനൊക്കെ പറ്റിയൊരു ഷെയ്ഡാണ്. ഇതാണ് കൂടുതലും ഞാൻ യൂസും ചെയ്യാറുള്ളത്. പിന്നെ ഡസ്കി സ്കിൻ ടോണുകാർക്ക്, പ്രത്യേകിച്ച് ഞങ്ങളെ പോലത്തെ ഷെയ്ഡുള്ളവർക്ക് പറ്റിയൊരു നല്ല ന്യൂഡ് ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കൂടുതലും ന്യൂഡ് ഷെയ്ഡ് പൊതുവേ ഡസ്കി സ്കിൻ ടോണുകാരുടെ കേസിലാണെങ്കിൽ കുറച്ച് ഡാർക്കിലേക്ക് പോകുന്നവരുടെ സ്കിൻ ടോണിനാണ് നല്ല രീതിയിൽ വാഷ് ഔട്ട് ആവാറുണ്ട്. നല്ല ഷെയ്ഡ് നോക്കി ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിച്ചിട്ട് അത് സ്കിന്നിലിടുമ്പോൾ ആ കളറേ ആയിരിക്കില്ല കാണുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ന്യൂഡ് ഷെയ്ഡ് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് അത്യാവശ്യം നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ അത്. നെക്സ്റ്റ് വന്നിട്ട് 05 ആണ്. 05 നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്, വൈൻ സ്പിൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഇതിടുമ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ് ടോൺ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണിത്. അത്യാവശ്യം നല്ല ഫങ്ഷനൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ളൊരു നല്ല പിങ്ക് ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഇത് ലൈറ്റായിട്ട് നമുക്ക് ഇടാം കേട്ടോ. ഒരു ചെറിയൊരു സ്ട്രോക്ക് ചെറുതായിട്ടൊന്ന് കയ്യിൽ ഫിംഗർ ടിപ്പിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്താലും മതിയാവും. നല്ല രസമായിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ 3 ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഞങ്ങൾക്ക് കാണിച്ചത് അതുപോലെ ഞാൻ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ, ഈ ഒരു ജനലിൻ്റെ അടുത്ത് നിന്നിട്ട്. പിന്നെ സെൽഫി വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. സാംസങ് ആണ് ഫോണ്, അങ്ങനെ പ്രത്യേകിച്ച് ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ എന്നാലും കൂടി ഒരു പൊടിക്ക് ബ്രൈറ്റർ ആയിട്ട് സ്കിന്ന് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടല്ലോ 2 ഭാഗത്തും ഈ ഷെയ്ഡ് എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത്. ഡസ്കി സ്കിൻ ടോണുകാർക്ക് ഇതുപോലെ ഉണ്ടാവും ഷെയ്ഡ്, പക്ഷേ എന്നാലും എൻ്റെ 2 ഭാഗത്തും എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് മാച്ച് ആവുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഓക്കെ, ബൈ.